മോളും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു മോൾ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെ നമ്മൾ വിളിക്കുക മോളാർ വോളിയം എന്നാണ്. വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് ദ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് കോൾഡ് മോളാർ വോളിയം. ഓക്കെ, ഒരു മോൾ മോളിക്യൂൾസ് ഓഫ് ഓൾ ഗ്യാസസ് വാട്ട് എവർ ബി ദ ഗ്യാസ് അത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ട് 22.4 ലിറ്റേഴ്സാണ്. 22.4 ലിറ്റേഴ്സ് അല്ലേ. 1 mole is equal to അല്ലെങ്കിൽ 1 mole occupies a volume 22.4 liters at 273 Kelvin. നമ്മൾ പറയുന്നത് ഗ്യാസസിൻ്റെ കേസാണ് അല്ലേ. ഗ്യാസസിൻ്റെ കേസാണ്. വോളിയം നമ്മൾ പറയുക ഗ്യാസസിൻ്റെ കേസിലാണ്. സോ 273 Kelvin 1 atmosphere പ്രഷർ. 1 atmosphereും 273 Kelvinum ആണെങ്കിൽ അതിനെ നമ്മൾ പറയുക STP എന്നാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. 1 mole ഓൾവേസ് ഓക്യുപ്പൈ 22.4 liters. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? മോളാർ വോളിയം. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ STPയിലല്ല നമ്മൾ പറയുക 1 mole ഓഫ് ഗ്യാസ് ഈ STPയിൽ എടുക്കുന്നത് 1 bar, പ്രഷറിൻ്റെ വേറൊരു യൂണിറ്റാണ് ബാർ. അങ്ങനെയാണെങ്കിൽ അത് 22.7 ലിറ്റേഴ്സാണ്. നമ്മൾ അധികവും പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 1 atmosphere പ്രഷർ തന്നെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് 22.4 തന്നെയാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരിക. അപ്പോൾ നമ്മളോടിപ്പോൾ ചോദിക്കുകയാണ് 3 moles ഓക്സിജൻ ഡാഷ് ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യും? 1 mole ആണെങ്കിൽ 22.4 ആണ്. അങ്ങനെയാണെങ്കിൽ 3 moles എത്രയാണ്? 22.4 ഇൻറ്റു 3 ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോളിനെ നമ്മൾ മാസാക്കി മാറ്റാം, മോളിനെ നമുക്ക് നമ്പറാക്കി കൺവേർട്ട് ചെയ്യാം, മോളിനെ നമുക്ക് വോളിയമായിട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ റിലേഷൻസും ഇവിടെ പറയാം. നമ്പർ ഓഫ് മോൾസ് n ആണെങ്കിൽ n ഇൻറ്റു അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, n ഇൻറ്റു m അല്ലേ, അത്രയായിരിക്കും അതിൻ്റെ മാസ് W. എന്നിനെ മാസ് മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഗ്രാമിലായിരിക്കും കേട്ടോ, മോളാർ മാസ് ഇൻ ഗ്രാം. ഇനി വോളിയം ആണെങ്കിലോ n ഇൻറ്റു 22.4 ലിറ്ററാണ് വോളിയം അറ്റ് STP. ഓക്കെ, 3 റിലേഷൻ ഓർത്ത് വയ്ക്കുക. n ഇൻറ്റു അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ്. n തന്നിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് ഇൻ ഗ്രാം കണ്ടുപിടിക്കാം. എന്നിനെ 22.4 ലിറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയവും കണ്ടുപിടിക്കാം. ഇത്രയും റിലേഷൻസാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്.